ഈക്വൽ ഷെയറിംഗ് ഭാഗം വയ്ക്കൽ പാർട്ട് 3. ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് 40-ലെ ലെറ്റസ് ഡു ഇറ്റ് എന്നതിലെ ആക്ടിവിറ്റീസാണ്. ഈ ആക്ടിവിറ്റിയിലൂടെ നാം പഠിക്കുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പറിനെ എങ്ങനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. ആക്ടിവിറ്റി 1. രാജു, റഹീം ആൻഡ് ബെന്നി ഡിഡ് എ ജോബ് ടുഗദർ ആൻഡ് ഗോട്ട് 960 rupees. How much would each get if this is equally divided? രാജു, റഹീം, ബെന്നി എന്നിവർ ഒരുമിച്ച് ചെയ്ത ഒരു ജോലിക്ക് കൂലിയായി ആകെ 960 രൂപ കിട്ടി. തുല്യമായി വീതിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? ഇവിടെ 960 rupees 3 പേഴ്സൺസിന് ഈക്വലായി ഡിവൈഡ് ചെയ്താൽ ഓരോരുത്തർക്കും എത്ര റുപ്പീസ് കിട്ടുമെന്നാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി നോക്കാം. ടോട്ടൽ എമൗണ്ട് ഓഫ് റുപ്പീസ് ഈക്വൽസ് 960. നമ്പർ ഓഫ് പേഴ്സൺസ് 3. എമൗണ്ട് ഓഫ് മണി ഗോട്ട് ഈച്ച് പേഴ്സൺ എങ്ങനെ കണ്ടെത്താം? ഓരോരുത്തർക്കും കിട്ടിയ എമൗണ്ട് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ എമൗണ്ടിനെ നമ്പർ ഓഫ് പേഴ്സൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 960 ഡിവൈഡഡ് ബൈ 3. ഡിവൈഡ് ചെയ്ത് നോക്കൂ. 960 ഡിവൈഡഡ് ബൈ 3. ഫസ്റ്റ് 9-ൽ എത്ര 3 ഉണ്ട്? 3 3s are 9. ബാലൻസ് 0 അല്ലേ? അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്പറായ 6 താഴേക്കിടുന്നു. 6-ൽ എത്ര 3 ഉണ്ട്? 2 3s are 6. അവിടെയും എന്താണ് ബാലൻസ്? 0 ആണ്. അത് കഴിഞ്ഞ് 1സിൻ്റെ പ്ലേസിൽ ഒരു 0 ഇല്ലേ? 0യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആൻസറിൽ എന്ത് ചേർക്കണം? ഒരു 0യും കൂടെ ചേർക്കണം. 320 × 3 ചെയ്താൽ നമുക്ക് 960 കിട്ടുമല്ലോ. ആൻസർ ഈസ് 320 rupees. സെക്കൻഡ് വൺ. The perimeter of a square garden is 884 meters. What is the length of a side? സമചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിൻ്റെ ചുറ്റളവ് 884 മീറ്ററാണ്. തോട്ടത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡ്സ് ഈക്വലായി വരുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ്. 4 വശങ്ങളും തുല്യമായ ചതുർഭുജമാണ്. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 സൈഡ്സിൻ്റെയും ലെങ്ത്ത് ആഡ് ചെയ്യുന്നതാണ്. 4 ടൈംസ് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ പെരിമീറ്റർ ഈക്വൽസ് 4 × സൈഡ് ലെങ്ത്. ചുറ്റളവ് സമം 4 ഗുണിക്കണം വശത്തിൻ്റെ നീളം. പെരിമീറ്റർ തന്നാൽ സൈഡ് ലെങ്ത് നമുക്ക് എങ്ങനെ കാണാം? സൈഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 4. സൈഡ് ലെങ്ത് കണ്ടെത്താമല്ലോ. പെരിമീറ്റർ 884 ഡിവൈഡഡ് ബൈ 4. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. എങ്ങനെ എഴുതാം? 884 ഡിവൈഡഡ് ബൈ 4. ഫസ്റ്റ് 8-ൽ എത്ര 4 ഉണ്ട്? 2 4s are 8. 8-ന്ന് 8 മൈനസ് ചെയ്യുമ്പോൾ 0. അത് നാം എഴുതുന്നില്ല. നെക്സ്റ്റ് 10സിൻ്റെ പ്ലേസിൽ 8 താഴേക്ക് ഇടുന്നു. 8-ൽ 4 2 ടൈംസ് 2 4s are 8. അവിടെയും റിമൈൻഡർ 0 ആണ്. ലാസ്റ്റ് 1സിൻ്റെ പ്ലേസിൽ 4 ഇടുന്നു. 4-ൽ എത്ര 4 ഉണ്ട്? 1 4s are 4. ആൻസർ ഈസ് 221. ഇവിടെ 884-നെ നാം പറയുന്ന പേരാണ് ഡിവിഡൻറ്റ് അഥവാ ഹാര്യം. ഡിവൈഡ് ചെയ്തിരിക്കുന്ന 4 എന്ന നമ്പർ ഡിവൈസർ അഥവാ ഹാരകം എന്ന് പറയുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറായ 221-നെ ഹരണഫലം അഥവാ കോഷ്യൻ്റ് എന്നും പറയുന്നു. ലാസ്റ്റ് വരുന്ന റിമൈൻഡറിനെ മലയാളത്തിൽ ശിഷ്ടം എന്നാണ് പറയുക. ഈ വാക്കുകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. തേർഡ് വൺ. 856 rupees was spent by 4 friends for a trip. If this is to buy equally shared, how much should each give? 4 പേർ ചേർന്ന് നടത്തിയ ഒരു യാത്രയിൽ
856 രൂപ ചിലവായി. എങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ ചിലവായി? ഇവിടെ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ദ ട്രിപ്പ് ഈസ് 856 ആണ്. ദെൻ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് 4 ആണ്. എമൗണ്ട് ഓഫ് മണി ഗിവൺ ബൈ ഈച്ച് പേഴ്സൺ എങ്ങനെ കണ്ടെത്താം? ഓരോരുത്തർക്കും ചിലവായ എമൗണ്ട് കണ്ടെത്താൻ ആകെ എമൗണ്ടിനെ ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ പോരെ? ദാറ്റ് ഈസ് 856 ഡിവൈഡഡ് ബൈ 4. ഫസ്റ്റ് 8ൽ എത്ര 4 ഉണ്ട്? 2. 2 4s are 8. നെക്സ്റ്റ് 5 താഴേക്ക് ഇടുന്നു. 5ൽ എത്ര 4 ഉണ്ട്? 1. 1 4s are 4. 5ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് 1 വരുന്നു. ആ 1നോട് ചേർത്താണ് നമ്മൾ ഏത് നമ്പർ ഇടുന്നത്? 1സിൻ്റെ പ്ലേസിൽ 6. ദെൻ 16ൽ എത്ര 4 ഉണ്ടെന്ന് ചോദിച്ചാൽ 4 4s are 16. ബാലൻസ് 0. ആൻസർ ഈസ് 214 rupees. Fourth one, James bought 5 each of 2 kinds of CFL bulbs for 1000 rupees. The price of the cheaper lamp is 85 rupees a piece. What is the price of one of the costlier kind? ജെയിംസ് തൻ്റെ വീട്ടിലേക്ക് 2 തരം CFL ബൾബുകൾ 5 എണ്ണം വീതം വാങ്ങിച്ചു. വില കുറഞ്ഞ ബൾബ് ഒന്നിന് 85 രൂപയാണ് നൽകിയത്. ആകെ വില 1000 രൂപയായി. വില കൂടിയ ബൾബുകളിൽ ഒന്നിന് എന്താണ് വില? തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി നോക്കിയാലോ. കോസ്റ്റ് ഓഫ് 1 ചീപ്പസ്റ്റ് ബൾബ് ഇസ് ഈക്വൽ ടു 85. വില കുറഞ്ഞ ഒരു ബൾബിൻ്റെ വില 85 രൂപ. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് 5 ചീപ്പസ്റ്റ് ബൾബ്സ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 85. അതിന് 85 ഇൻറ്റു 5 എന്ന് എഴുതിയാലും ശരിയല്ലേ? 85 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 5 5s are 25. ബാലൻസ് 2. 8 ഇൻറ്റു 5 40. 40 പ്ലസ് 2 42. ആൻസർ ഈസ് 425 rupees. 5 കോസ്റ്റിയർ ബൾബിൻ്റെയും 5 ചീപ്പസ്റ്റ് ബൾബ്സിൻ്റെയും കൂടെ വിലയാണ് 1000 rupees. 5 ചീപ്പസ്റ്റ് ബൾബിൻ്റെ വില അറിയാമെങ്കിൽ പ്രൈസ് ഓഫ് 5 കോസ്റ്റിയർ ബൾബ് എങ്ങനെ കണ്ടെത്താം? 1000 മൈനസ് 425. ടോട്ടൽ പ്രൈസിൽ നിന്നും 5 ചീപ്പസ്റ്റ് ബൾബ്സിൻ്റെ പ്രൈസ് മൈനസ് ചെയ്യുന്നു. 1000ൽ നിന്നും 425 മൈനസ് ചെയ്യുമ്പോൾ 575 എന്ന് കിട്ടുന്നു. 5 കോസ്റ്റിയർ ബൾബിൻ്റെ റേറ്റ് അറിയാമെങ്കിൽ പ്രൈസ് ഓഫ് 1 കോസ്റ്റിയർ ബൾബ് എങ്ങനെ കണ്ടെത്താം? 575നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 575 ഡിവൈഡഡ് ബൈ 5. 5ൽ 5 1 ടൈംസ്. 1 ഇൻറ്റു 5 5. റിമൈൻഡർ 0 ആണ്, എഴുതുന്നില്ല. നെക്സ്റ്റ് 7ൽ 5 1 ടൈംസ്. 1 5s are 5. 7 മൈനസ് 5 ചെയ്യുമ്പോൾ റിമൈൻഡർ 2. അതിനോട് ചേർത്ത് 1സിൻ്റെ പ്ലേസിലെ 5 ഇറക്കിയിടുന്നു. ദെൻ 25ൽ എത്ര 5 ഉണ്ട്? 5 5s are 25. റിമൈൻഡർ 0 കിട്ടിയിരിക്കുന്നു. പ്രൈസ് ഓഫ് 1 കോസ്റ്റിയർ ബൾബ് ഇസ് ഈക്വൽ ടു 115 rupees. Fifth one, in a government school, 6 clocks of same price are bought for 924 rupees. How much is needed to buy 7 more such clocks? ഒരു UP സ്കൂളിലേക്ക് ഒരേ വിലയുള്ള 6 ക്ലോക്കുകൾ വാങ്ങി. ആകെ 924 രൂപയായി. ഇനി ഇതേ വിലയുള്ള 7 ക്ലോക്കുകൾ കൂടി വാങ്ങാൻ എത്ര രൂപ വേണ്ടിവരും? ടോട്ടൽ പ്രൈസ് ഓഫ് 6 ക്ലോക്സ് ഇസ് ഈക്വൽ ടു 924. 6 ക്ലോക്സിൻ്റെ ടോട്ടൽ പ്രൈസ് 924 ആണെങ്കിൽ പ്രൈസ് ഓഫ് 1 ക്ലോക്ക് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ എമൗണ്ടിനെ നമ്പർ ഓഫ് ക്ലോക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 924 ഡിവൈഡഡ് ബൈ 6. ഡിവൈഡ് ചെയ്യുമ്പോൾ 9ൽ എത്ര 6 ഉണ്ട്? 1. 1 6 are 6. 9ൽ നിന്നും 6 മൈനസ് ചെയ്യുമ്പോൾ 3. നെക്സ്റ്റ് 10ൻ്റെ പ്ലേസിൽ 2 താഴേക്ക് ഇടുമ്പോൾ 32. 32ൽ എത്ര 6 ഉണ്ട്? 5 6 are 30.
32-ൽ നിന്നും 30 മൈനസ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2. നെക്സ്റ്റ് വൺസിൻ്റെ പ്ലേസിൽ 4 താഴേക്ക് ഇടുമ്പോൾ 24. 24-ൽ 6 4 ടൈംസ്. 4 6 ആർ 24. 24-ന് 24 മൈനസ് ചെയ്യുമ്പോൾ 0. പ്രൈസ് ഓഫ് 1 ക്ലോക്ക് എത്ര റുപ്പീസിന് കിട്ടി? 154 റുപ്പീസ്. ഒരു ക്ലോക്കിൻ്റെ പ്രൈസ് 154 ആണെങ്കിൽ 7 ക്ലോക്കിൻ്റെത് നമുക്ക് കണ്ടെത്താമല്ലോ. മണി നീഡ് ടു ബൈ 7 ക്ലോക്ക്സ് ഇസ് ഈക്വൽ ടു 154 ഇൻറ്റു 7. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 7 28. ബാലൻസ് 2 വരും. 5 ഇൻറ്റു 7 35 പ്ലസ് 2 37. ബാലൻസ് 3. 1 7s are 7. 7 plus 3 10. Answer is 1078 rupees. Next, under the milk distribution scheme, each child is to be given 150 milliliters. How much milk is needed for 20 children? സ്കൂൾ കുട്ടികൾക്കുള്ള പാൽ വിതരണത്തിന് ഒരു കുട്ടിക്ക് 150 മില്ലി ലിറ്റർ പാലാണ് വേണ്ടത്. 20 കുട്ടികൾക്ക് കൊടുക്കാൻ എത്ര ലിറ്റർ പാൽ വേണം? മിൽക്ക് ഗിവൺ ടു 1 ചൈൽഡ് ഇസ് ഈക്വൽ ടു 150 മില്ലി ലിറ്റർ. മിൽക്ക് നീഡഡ് ഫോർ 20 ചിൽഡ്രൻ എങ്ങനെ കണ്ടെത്താം? ഒരു കുട്ടിക്ക് 150 മില്ലി ലിറ്റർ ആണെങ്കിൽ 20 കുട്ടികൾക്ക് എങ്ങനെ കണ്ടെത്താം? 150 ഇൻറ്റു 20. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പേഴ്സിൻ്റെ വൺസിൻ്റെ പ്ലേസിലെ വാല്യൂസ് 0 അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. സീറോസിനെ മാറ്റി നിർത്തുമ്പോൾ 15 ഇൻറ്റു 2 എന്നായി മാറും. 15 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 30. ദെൻ ആ സീറോസ് ആഡ് ചെയ്യുന്നു. 150-ലൊരു 0 ആഡ് ചെയ്യുന്നു, 20-ലെ 0 ആഡ് ചെയ്യുന്നു. ആൻസർ ഈസ് 3000. 3000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ്? നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്ററാണ്. 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2000 മില്ലി ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 3000 മില്ലി ലിറ്റർ എത്ര ലിറ്റർ ആയിരിക്കും? 3 ലിറ്റർ ആയിരിക്കും. ലാസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.